പെരിങ്ങോ CRPF ക്യാമ്പിൻ്റെ അടുത്ത് ആ കാണൊരു 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലം വില്ല പ്രൊജക്റ്റൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ല കിടിലൻ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ അതുപോലെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോളേ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് കണ്ണൂർ ജില്ലയിലുണ്ട്. കണ്ണൂർ ജില്ലയിൽ അരവഞ്ചാലിൽ നിന്നൊരു ഏകദേശം 1.5 കിലോമീറ്ററും അതുപോലെ പെരിങ്ങോത്തും വരാനുണ്ടെങ്കിൽ 2 കിലോമീറ്ററാണുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് CRPF ക്യാമ്പിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ പ്ലോട്ട് ഉള്ളത്. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് പെരിങ്ങോം വയക്കര പഞ്ചായത്തും വില്ലേജ് വരുന്നത് പെരിങ്ങോത്താണ്. അതുപോലെ തന്നെ പയ്യന്നൂർ താലൂക്കിലും പെട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് വരാനുള്ള വഴി സൗകര്യം ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. പോയി നോക്കാം. അപ്പോളേ മിനിറ്റിന് ബസ് കേട്ടോ, ജോസ്ഗിരി പോകുന്ന ബസ്സാണ്. അപ്പോൾ നമ്മളെ സ്ഥലത്തിനകത്തോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ റോഡ് വരുന്നത് പയ്യന്നൂരിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. പയ്യന്നൂരിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരമുള്ളത്. ആ കാണുന്നതാണ് CRPF ക്യാമ്പ് കേട്ടോ. അവിടുന്ന് നോക്കിയാൽ കാണുന്നവർ തന്നെയാണുള്ളത്. പിന്നെ നമുക്ക് ഇവിടുന്ന് കണ്ണൂരിന് പോകാം. കണ്ണൂരിന് ഏകദേശം ഒരു 48 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറുപുഴയ്ക്കെല്ലാം പോകാവുന്നതാണ്. ചെറുപുഴയ്ക്ക് ഏകദേശം ഒരു 13 കിലോമീറ്റർ ദൂരമുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 64 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലോട്ട് ഇതാക്കണേ ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. മെക്കാടൻ ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മളെ പ്ലോട്ടിനകത്തോട്ടുള്ള എൻട്രൻസ് ആണ്. ഈ കാണുന്നത് ഗേറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും പ്ലോട്ടിനകത്തോട്ട് പോകാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന നമ്മളെ പ്ലോട്ടിനകത്തോട്ടുള്ള റോഡാണ് കേട്ടോ, വഴിയാണ് കാണുന്നത്. നമ്മളെ സ്ഥലം അങ്ങോട്ടാണുള്ളത്. പിന്നെ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇതാക്കണം നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് അങ്ങോട്ടൊക്കെ വീടുകളെല്ലാം ഉണ്ട്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ഥല സൗകര്യം കാര്യങ്ങളും മൊത്തത്തിലൊന്ന് കാണാൻ നമുക്ക് സ്ഥലം വരി പോയേക്കാം. മൊത്തം 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലമാണ് വരുന്നത് കേട്ടോ. ഇനി വരി. അപ്പോളേ നമ്മൾ പ്ലോട്ടിൽ കൊണ്ട് വരുമ്പോൾ ഇതാക്കണം നമുക്ക് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 30 മീറ്ററാണ് വഴി വരുന്നത് കേട്ടോ. വഴീൻ്റെ 2 സൈഡും മതിലെല്ലാം കെട്ടിയിട്ടുണ്ട്. വലിയ വണ്ടി ഇറക്കാൻ വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മളെ പറമ്പിനകത്തോട്ടുള്ള പ്രൈവറ്റ് റോഡാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്ഥലം മൊത്തം 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലമാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ മൊത്തമായിട്ട് എടുക്കാം. ഇപ്പോൾ അതിൽ 3 പ്ലോട്ടാക്കി തിരിച്ചിട്ട് അങ്ങനെ പ്ലോട്ടുകളായിട്ടാണ് മേടിക്കേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ അടുത്തുള്ള സൗകര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ നമുക്ക്? അതെ, നമുക്ക് നടക്കാനുള്ള ദൂരത്തിൽ തന്നെ നമുക്ക് ഗവൺമെൻറ് ITI ഉണ്ട്, അതുപോലെ ഗവൺമെൻറ് കോളേജ്, ഫയർ സ്റ്റേഷൻ, വില്ലേജ് ഓഫീസ് ഒക്കെ നമുക്ക് ജസ്റ്റ് നടക്കാനുള്ള ദൂരത്തിൽ മാത്രമാണ് നമുക്ക് ഈ ഇത്ര സൗകര്യങ്ങൾ ഉള്ളത് അല്ലേ. പിന്നെ 2 കിലോമീറ്ററിൽ പെരിങ്ങോത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റല്, അതുപോലെ പോലീസ് സ്റ്റേഷൻ, പെട്രോൾ പമ്പ് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് പെരിങ്ങോം ടൗണിൽ എത്തിക്കഴിഞ്ഞാലുണ്ട് അല്ലേ. അപ്പം നമുക്ക് സ്ഥലം കാണണ്ടേ. അപ്പോൾ അതാക്കണേ ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടോ. മൊത്തം 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലം ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കാണ് കേട്ടോ. നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു പ്ലോട്ട് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു വില്ല പ്രൊജക്റ്റൊക്കെ തുടങ്ങാൻ പറ്റുന്നതാണ്. പ്ലോട്ട് 5 സെൻറ്റ് 10 സെൻറ്റ് അങ്ങനെ പ്ലോട്ടാക്കി മുറിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൽ വീട് വെച്ച് കൊടുക്കണമെങ്കിൽ അതിനൊക്കെ പറ്റിയ നല്ലൊരു കിടിലൻ പ്ലോട്ട് തന്നെയാണ്. നമ്മൾ ഈ 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലം ഇതാണ്. ഇതേപോലെ ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കണാണ്. നമുക്ക് അതിൽ മാറാനോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇനി പ്ലോട്ടിന്റെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഇങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ആണെങ്കിലൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ അല്ല. നല്ലൊരു സൈലൻ്റ് ആയിട്ടൊരു ഏരിയ തന്നെയാണ്. ഇനി നമുക്ക് അവിടെ താഴോട്ട് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിലും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം. പോയേക്കാം. അപ്പോളേ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഈ ഒരു സൈഡിലോട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ വീടുകളെല്ലാം ഉണ്ട് കേട്ടോ. അയൽവാസികളൊക്കെ ആയിട്ടുള്ള വീടുകളാണ് കാണുന്നത്. അതിൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് നേരത്തെ കണ്ട മെക്കാടൻ ടാറിങ് റോഡ്. ആ വീടുകളെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ഇതേപോലെ ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ്. കമ്പി വേലിയൊക്കെ ഇട്ടിട്ട് അതിലെല്ലാം ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ്. നല്ല ലെവലായിട്ട് ഒരുവിധ ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ട് തന്നെയാണ് അല്ലേ. ഫുള്ള് ഇങ്ങനെ തെളിഞ്ഞ് കാണാം, നല്ല ലെവലായി കിടക്കുന്ന സ്ഥലം. ഇപ്പം നമ്മളൊരു വീടൊക്കെ വെച്ച് താമസിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്ക് 1.5 കിലോമീറ്റർ അരവഞ്ചാൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അമ്പലം ഉണ്ട്, അതുപോലെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ വീടൊക്കെ വെച്ച് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്ലോട്ടൊക്കെ മേടിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളി. നല്ല അടിപൊളി കിടിലം പ്ലോട്ട് തന്നെയാണ് അല്ലേ. വില്ല പ്രൊജക്റ്റിന് പറ്റിയ സൈറ്റ് സ്ഥലമാണ്. അത് പിന്നെ എടുത്ത് പറയാം. നമ്മൾ ഒരു പറമ്പിൻ്റെ മൊത്തത്തിൽ എല്ലായിടത്തോട്ട് വണ്ടി എത്താൻ സൗകര്യത്തിൽ ഒരു വഴിയും കൂടി ആക്കി കഴിഞ്ഞാൽ പ്ലോട്ടാക്കി അയൽവാകഷ്ണന്മാർക്കാണ്ട് മുറിച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ആ സൈഡിൽ ഒരു തോടും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കാണിക്കാം നമുക്ക്. ഇനി ബാക്ക് സൈഡിൽ അതിലും ആ ഭാഗത്തേക്ക് ഒന്ന് പോയി കാണിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ പ്ലോട്ടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കുറേ അങ്ങനെയാണ് നമ്മൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ തെളിഞ്ഞ് കിടക്കണുണ്ടല്ലോ ഞങ്ങൾ. ഈ തെളിഞ്ഞ് കിടക്കണ മൊത്തം നമ്മളെ പ്ലോട്ട് തന്നെയാണ് കേട്ടോ. സൗകര്യമുള്ള സ്ഥലമാണ്. നല്ല
നല്ല സൗകര്യമുള്ള സ്ഥലം. ബസ് റൂട്ട് ഉണ്ട്. പിന്നെ നമുക്ക് പയ്യന്നൂർ ടൗണിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ആണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടാനുള്ള സൗകര്യം, അതുപോലെ തന്നെ നമുക്ക് ആരാധനാലയങ്ങൾ നമുക്ക് അടുത്ത് തന്നെ ഉണ്ട്. പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സൗകര്യമുള്ള ഒരു പ്ലോട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ എവിടെയെങ്കിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് റൂട്ടിലോട്ട് ഇതാണ് ജസ്റ്റ് ഒരു 2 അടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് റൂട്ടിലോട്ട് എത്തുകയും ചെയ്യും. അത് മിനിറ്റിന് ബസ്സുള്ള പയ്യന്നൂരിനാണെങ്കിലും ഇഷ്ടം പോലെ ബസ്സാണ്. ചെറുതാണെങ്കിലും ഒരുപാട് ബസ്സുകളുണ്ട് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ബസ് പോണ റൂട്ടിനോട് ചേർന്ന് നമ്മളെ സ്ഥലം കിടക്കണത്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു മുതല് വിട്ട് കളയാൻ നിൽക്കണം കേട്ടോ. അല്ല എടുത്തിടാൻ പറ്റിയ സ്ഥലം. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഓണറുടെ നമ്പറൊക്കെ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എളുപ്പം സ്വന്താക്കാൻ നോക്കിക്കോളി. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇത്രയും നല്ല സ്ഥലം നിങ്ങൾക്ക് വേറെ കിട്ടും തോന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ അതിര് നമുക്ക് അവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ പ്ലോട്ടിന്റെ ബാക്ക് സൈഡിൽ അതിര് കാണിക്കാം കേട്ടോ. അത് നമുക്ക് ഈ കാണുന്ന തോടാണ്. ഈ തോടാണ് നമ്മളെ പ്ലോട്ടിന്റെ അതിര് എന്ന് പറയുന്നത് കേട്ടോ. വെള്ളം കഷ്ടം പോലെ ഉണ്ടോ എനിക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ സ്ഥലത്തിന്റെ ബാക്ക് സൈഡിൽ അതിര് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പ്ലോട്ടിനകത്ത് ഏകദേശം ഒരു 10-30ഓളം കവുങ്ങുകൾ ഉണ്ട്. അത്യാവശ്യം കായ്ക്കുന്ന കവുങ്ങുകൾ. അതുപോലെ തന്നെ തെങ്ങുണ്ട്. തെങ്ങുകൾ ഏകദേശം ഒരു 8-9ഓളം തെങ്ങുകളും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു അതിര് അവിടെ കമ്പിവേലി ഇട്ടിട്ടുണ്ട്. അതെ, അതിര് ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കാണ്. എങ്ങോട്ടും അതിര് മാറാനൊന്നുമില്ല. ഈ ഒരു അതിര് തോടുണ്ട്. അതുപോലെ തന്നെ ആ അതിര് കമ്പിവേലി ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ അതിര് മതിലും കെട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും മതിലെല്ലാം കെട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ പറഞ്ഞാൽ. സ്ഥലം പേര് നമ്മളെ പെരിങ്ങോത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രം അകലത്തിൽ CRPF ക്യാമ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഡയറക്റ്റ് തന്നെ ഡീൽ നടത്താവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 9895181886 ആണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ഇതാണ് ഈ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ തന്നെ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ പ്ലോട്ടുകളായിട്ട് എങ്ങനെയാണെന്നുള്ള ഓണറായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷനിൽപ്പെട്ട ആരെങ്കിലും ഈ ഒരു ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ അവരുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ടൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.